Warning. The stunts in this movie. Hey, shut the f up! അപ്പോൾ ഹലോ ഗായ്സ്, സ്നീക്കി ക്യാപ്പിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എനിക്ക് വലിയ ഗെയിം കളിക്കാൻ അറിയാത്തതുകൊണ്ടൊന്നുമല്ല, ഈ ഫോണിൽ ചെറിയ ഗെയിമൊക്കെ ഓടും. അപ്പോൾ അതിനകത്ത് ഏറ്റവും നല്ലത് FF ഇച്ചിരി ഗ്രാഫിക്സൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ച് FF കളിക്കാമെന്ന്. അപ്പം ഞാനിങ്ങനെ FFൻ്റെ ലോബിയിൽ ഇങ്ങനെ ഗണ്ണിൻ്റെ സ്കിന്നൊക്കെ നോക്കിയിരിക്കുമായിരുന്നു. എൻ്റെ ലെവല് നൂബാണ് ഗൈസ്. നൂബെന്ന് പറയുമ്പം നമ്മൾ ഒരു ഗെയിം കളിക്കുമ്പോൾ അതിൻ്റെ ചിട്ടയിൽ കളിക്കണമല്ലോ. അപ്പം ഗെയിമും ചാനലും ഒക്കെ ഓടിക്കുമ്പോൾ നമ്മളിപ്പം നൂബിയും തുടങ്ങിയാൽ ശുഭമായിട്ട് തുടങ്ങും. അപ്പം ഞാൻ എല്ലാം ആദ്യം തൊട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച്. എനിക്ക് നെറ്റ് ഇത്തിരി സ്ലോ ആണ് ഗൈസ്, അതുകൊണ്ട് ഇച്ചിരി പാടാണ് സ്റ്റാർട്ടൊക്കെ ആവാൻ. അങ്ങനെ പതുക്കെ സ്റ്റാർട്ടൊക്കെ ആയി. എന്നിട്ട് ഞാൻ മറ്റേ പ്ലെയിനിൽ വന്നല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഞാനിങ്ങനെ അകത്ത് കയറിയിട്ട് ഇങ്ങനെ എൻ്റെ സെറ്റിങ്സ് നോക്കുമായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ അതിശയിച്ചു പോയി ഗൈസ്, എൻ്റെ സെറ്റിംഗ് തന്നെ. പക്ഷേ ഇതെൻ്റെ ഇതല്ല, എൻ്റെ മറ്റേ അക്കൗണ്ടല്ല. പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു അതിനകത്ത് സേവ് ആക്കി ഇപ്പുറത്തും വരുമെന്ന്. അതെൻ്റെ പുതിയൊരു അറിവാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവസാനം ഇങ്ങനെ കസ്റ്റമൊക്കെ ചെയ്ത് നോക്കി. എന്നിട്ട് എൻ്റെ എയിമൊക്കെ മാറ്റിയിട്ട് അവസാനം എന്നിട്ട് ലോബി തിരിച്ചു വന്ന് ഞാൻ ഈ ഗെയിം തുടങ്ങാൻ ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു. എൻ്റെ പൊന്നു ഗൈസ്, ഇങ്ങനെ ഭയങ്കര പാടായിരുന്നു. നെറ്റിൻ്റെ ഒരു ഇഷ്യൂ ഭയങ്കര പാടായിരുന്നു ഗൈസ്. അങ്ങനെ അവസാനം അങ്ങനെ പ്ലെയിനിലൊക്കെ നമ്മൾ കാണുമല്ലോ ഇൻ്റർഫേസ്, അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഒന്നുകൂടെ മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് കറക്റ്റാക്കി എൻ്റെ സെറ്റിങ്സ്. അങ്ങനെ ഞാൻ കറക്റ്റാക്കിയിട്ട് അവസാനം ഞാൻ തിരിച്ച് പ്ലെയിനിൽ തന്നെ വന്ന്. എന്നിട്ട് ഞാൻ കറക്റ്റ് സ്ഥലം തപ്പി നടക്കുക ഗൈസ് ഇറങ്ങാൻ. പക്ഷേ നടക്കുന്നില്ല, എന്താണെന്നറിയത്തില്ല. പക്ഷേ ഞാൻ അപ്പോൾ ഒരു നല്ല സ്ഥലം കണ്ടു ഗൈസ്. അവിടെ എനിമീസ് ഒന്നും ഇറങ്ങുന്നില്ല കൂടുതലായിട്ട്, അവർ മെറ്റ ഇറങ്ങുന്നത്. ഞാൻ ഇവിടെ അങ്ങ് ഇറങ്ങി ഗൈസ്. എന്നിട്ട് ഞാൻ ഇങ്ങനെ ലാൻഡ് ചെയ്യാൻ പോവുക ഗൈസ്. ഗൈസ് ഇതിച്ചിരി പാടാണല്ലോ, എന്തോ ചെയ്യാനാ. അങ്ങനെ ഞാൻ അവസാനം താഴെ ഇറങ്ങി. ഭയങ്കര സ്ലോ കേട്ടോ ഗൈസ് നെറ്റ്. ഞാനങ്ങനെ നല്ല ഗണ്ണുള്ള എടുത്ത് ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ച് ഇറങ്ങിയതാണ് ഗൈസ്. പക്ഷേ ചെറിയൊരു പ്രശ്നം പറ്റി, എനിക്കിഷ്ടമില്ലാത്തൊരു ഗണ്ണാവുന്നത്. ഇതിനകത്ത് ഹെഡൊക്കെ അടിക്കാൻ ഭയങ്കര പാടാണ് ഗൈസ്. പക്ഷേ രണ്ടാമത് ഇട്ടത് കുഴപ്പമില്ല ഗൈസ്. എന്നിട്ട് ഞാനിങ്ങനെ നിങ്ങളുടെ ഇഷ്ടമുള്ള ഗണ്ണ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ആരൊക്കെ FF കളിക്കുമെന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞാൻ അടുത്ത ഗണ്ണും തപ്പി പോവുക ഗൈസ്. എനിമിയും തപ്പണ്ടേ, നല്ല കളി ജയിക്കൂ. ചിക്കൻ ഡിന്നർ അടിക്കണ്ടേ. സോറി ഗൈസ്, അത് PUBGയിലല്ലേ, ഇത് ഫ്രീ ഫയറില്ലേ. നമുക്ക് ബൂയി അടിക്കണ്ടേ. അപ്പോൾ ഞാനിങ്ങനെ പോവായിരുന്നു ഗൈസ്. അങ്ങനെ അവസാനം എനിക്ക് ഒന്നുകൂടെ എൻ്റെ സെറ്റിങ്സ് ഒന്ന് മാറ്റണമെന്ന് തോന്നി. ഞാൻ മാറ്റി ഗൈസ്. എന്നിട്ട് ഞാൻ പിന്നെ ഓടി ഗൈസ്. ഓടി അവസാനം ഒരു ഗണ്ണും കൂടെ കിട്ടി. ഗണ്ണ് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല ഗൈസ്, എനിക്കിത് ഇഷ്ടമല്ല. ഭയങ്കര വൃത്തികെട്ടൊരു ഗണ്ണാണ് ഗൈസ്. അങ്ങനെ ഞാൻ അവസാനം ഓടി എന്നിട്ട് ഞാൻ ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യുക ഗൈസ്. എക്സ്പ്ലോറിങ് ഒരു നല്ല കാര്യമല്ലേ. അപ്പോൾ ഞാൻ പറയുന്ന എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ അത് ശരിയാക്കാം അടുത്ത പ്രാവശ്യം തൊട്ട്. ഈ സൗണ്ടിൻ്റെ ക്ലാരിറ്റി നിങ്ങൾ നോക്കണ്ട കേട്ടോ, കാരണം ഞാൻ എൻ്റെ ഫോണിൻ്റെ ഇതിനകത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഇച്ചിരി ഇതൊക്കെ വരും, ക്ലിയർ അല്ലായിരിക്കും, കാരണം മറ്റേ വലിയ മൈക്കൊന്നുമില്ലല്ലോ, അതുകൊണ്ട്. അപ്പം ഞാൻ ഒരാളെ കണ്ടു ഗൈസ്. അങ്ങനെ ഹെഡ് അടിക്കാനൊക്കെ പോയതാണ്, പക്ഷെ ഒന്നും നടന്നില്ല ഗൈസ്, ചമ്മിപ്പോയി. എന്താ ചെയ്യാനാ. എന്നിട്ട് ഞാനിങ്ങനെ FF കോയിനൊക്കെ കളക്ട് ചെയ്തൊക്കെ പോകുമായിരുന്നു ഗൈസ്. എന്നിട്ട് അവനെ ഞാൻ ഒന്നുകൂടെ കണ്ടു ഗൈസ്. അവനെ 2 ഹെഡും എന്നിട്ട് ഞാൻ ഔട്ടാക്കി ഗൈസ്. ഞാനാരാ മോൻ. അങ്ങനെ പോയി അവസാനം അവിടെ ഇതിൻ്റെ പേരെന്തോന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. എനിക്ക് അറിയത്തില്ല ഇതിൻ്റെ പേരെന്തോന്ന്. ചിലതിൻ്റെ പേരൊന്നും ആർക്കും അറിയത്തില്ലായിരിക്കും, പക്ഷേ നിങ്ങൾക്കറിയാൻ തോന്നുന്നു, കമൻറ്റ് ചെയ്യണം. അപ്പം ഞങ്ങളിങ്ങനെ അകത്ത് പോയി ഗണ്ണൊക്കെ ഉണ്ടോ എന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയപ്പോൾ ഗണ്ണൊന്നും ഇല്ലായിരുന്നു ഗൈസ് നല്ലത്. അങ്ങനെ ഞാൻ തിരിച്ച് ഇവൻ്റെ ലൂട്ടിൽ തന്നെ വന്ന് നോക്കിയപ്പോൾ ഞാൻ കാണാത്തൊരു ഗണ്ണ് ഞാൻ കണ്ടു ഗൈസ്. സൂപ്പർ ഗണ്ണാണ്, എനിക്കിത് ഭയങ്കര ഇഷ്ടം ഗൈസ്. ഹെഡ് അടിക്കാൻ ഭയങ്കര എളുപ്പം അതിനകത്ത്. അങ്ങനെ ഞാൻ അതിനകത്ത് റീലോഡൊക്കെ ചെയ്ത് ഓടുക ഗൈസ് എനിമിയെ കാണാൻ. 1 കില്ലേ ഉള്ളൂ ഗൈസ്, ഇനി 46 പേരുണ്ട്. എപ്പോൾ തീരാനാ ആർക്കറിയും ഗൈസ്. അങ്ങനെ ഞാൻ പോയി അവസാനം FF കോയിൻ ഒന്നുകൂടെ കണ്ടു. അത് എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ വെടിവെച്ച് കേട്ടു ഗൈസ്. അങ്ങനെ വെടിവെച്ച് കേട്ടപ്പോൾ ഞാൻ അവിടെ കിടന്ന് കറങ്ങിയിട്ട് തിരിച്ച് കയറി ഗൈസ്. എന്നിട്ട് ഞാൻ സിബ് ലൈനൊക്കെ പോകണമെന്ന് വിചാരിച്ചേ, പിന്നെ എനിമി കൊല്ലുമെന്ന് വിചാരിച്ച് ഞാൻ പോയില്ല ഗൈസ്.
അങ്ങനെ അവസാനം ബാഗൊക്കെ എടുത്തിട്ട് ഞാൻ റെഡിയായിട്ട് എനിമിയെ കൊല്ലാൻ പോയി ഗൈസ്. ഇങ്ങനെ എനിമിയെ കൊല്ലാൻ പോയപ്പം എന്താ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ എയിം ചെയ്യാനുള്ള ഇതില്ല, മീൻസ് സ്കോപ്പ് അത്രയ്ക്ക് നല്ലതല്ല. അപ്പോൾ ഞാൻ സ്കോപ്പ് ഇല്ലാതെ വെടിവെക്കാനൊക്കെ നോക്കി. അങ്ങനെ ഒരുപാട് ലൂട്ടുള്ള ഒരു റൂമിൽ വന്ന് അങ്ങനെ കുറച്ച് ലൂട്ടൊക്കെ എടുത്തിട്ട് ഞാൻ എനിമിയെ കില്ല് ചെയ്യാൻ പോയി ഗൈസ്. അങ്ങനെ രണ്ടാമത്തെ എനിമി നമ്മുടെ മുമ്പിൽ വന്ന് ഗൈസ്. അങ്ങനെ കൊന്ന് ഗൈസ്, അങ്ങനെ കൊന്ന് സെക്കൻഡ് കിൽ അങ്ങനെ. എന്നിട്ട് ഞാൻ അടുത്ത ആളെ ഹെഡായിരുന്നു ഗൈസ്. ഞാൻ സംഭവമല്ലേ ഗൈസ്. അങ്ങനെ മുമ്പോട്ട് പോയപ്പോഴേക്കും അടുത്ത എനിമിയൊക്കെ ഉണ്ട്. അവൻ എന്നെ ഒരു വെടി വെച്ച് ഗൈസ്. അപ്പോഴത്തേക്കും ഞാൻ വെടി വെച്ചപ്പോൾ അവൻ എന്നെ ഒരു വെടി വെച്ച്. പക്ഷെ ഞാൻ ഗ്ലൂ ബോൾ ഇട്ട് രക്ഷപ്പെട്ടു ഗൈസ്. എന്നിട്ട് അവനെ ഹെഡ് അടിച്ച്. എന്നിട്ട് അവൻ ചാവുന്നില്ല, അവന് ഭയങ്കര ഹെൽത്ത് ഗൈസ്. എന്നിട്ട് ഞാൻ അവനെ ഒന്നുകൂടെ ഹെഡ് അടിച്ച് അവൻ ചത്ത് ഗൈസ്. എന്നിട്ട് ഞാനിങ്ങനെ പോവായിരുന്നു ഗൈസ് അടുത്ത എനിമിയെ തപ്പി. പക്ഷേ ഇല്ലായിരുന്നു ഗൈസ് ആരും. എന്തോ ചെയ്യാനാ. എന്നിട്ട് ഞാനിങ്ങനെ പോയി അവസാനം ഒരാളെയും കൂടെ കണ്ട് ഹെഡ് അടിച്ച് ഗൈസ്. അത്രയും ദൂരമൊന്നും പോയില്ല, ജസ്റ്റ് 2 സ്റ്റെപ്പ്. എന്നിട്ട് ഞാൻ അടുത്ത ആളെ കണ്ടു. പക്ഷേ ഇവൻ എന്നെ വെടിവെക്കാൻ എന്താണെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നൂബ് ഇതല്ലേ ഗൈസ്. അപ്പം മനസ്സിലായല്ലോ, നൂബായതുകൊണ്ട് പിന്നെ ഇതൊന്നും കിട്ടത്തില്ല, മനസ്സിലായല്ലോ. ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഞാനിങ്ങനെ അടുത്ത ആളെയും വെടിവെച്ച് എനിക്ക് 2 ആളെയും കൂടെ കിട്ടി. അങ്ങനെ എനിക്ക് 7 കില്ലായി ഗൈസ്. 7-27 ഗൈസ്. അതിനകത്ത് പകുതി എനിക്ക് എടുക്കാനുള്ളതാണ് ഗൈസ്. എന്നിട്ട് ഒരാളെയും കൂടെ കിട്ടി, എനിക്ക് 8 ഗൈസ്. അങ്ങനെ നമ്പർ കൂടി വരുന്നു ഗൈസ്. ഞാൻ സന്തോഷവാനാകുന്നു ഗൈസ്. എന്നിട്ട് അവൻ എൻ്റെ ലൂട്ട് എടുക്കാൻ വന്നേ ഗൈസ്, ഞാൻ കഷ്ടപ്പെട്ട് കൊന്നവൻ്റെ. അങ്ങനെ അവനെയും കൂടെ കൊന്നു ഗൈസ്. സന്തോഷമായി, തൃപ്തിയായി. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടം കറ്റാനയും കിട്ടി ഗൈസ്. ഈ കറ്റാന വെച്ച് ഓടാൻ നല്ല സുഖമാണ്, പെട്ടെന്ന് എത്തും. അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു വീണകത്ത് ലൂട്ട് എടുക്കാൻ പോയപ്പോൾ ഒരുത്തൻ എന്നെ പുഴങ്ങിൽ നിന്ന് വെടിവെച്ച് ഗൈസ്. എനിക്കത് സഹിക്കുമോ. ഞാനങ്ങനെ തിരിച്ച് അവനെ വെടിവെക്കാൻ പോയി ഗൈസ്. ഇങ്ങനെ പോയി അവസാനം അവനെ കണ്ട് ഗൈസ്. ഞാൻ ഒരു ഗ്ലൂ പോലെ ഇടാനാണ് ഒരു പേടിയില്ലാതെ അവൻ്റെ പുറകെ പോകുന്നത്. ഞാൻ അങ്ങനെ ഓടി അവൻ്റെ അടുത്തെത്തി ഗൈസ്, ഭയങ്കര അടുത്തെത്തി. എന്നിട്ട് ഞാൻ അവനെ സ്കോപ്പ് ഇട്ടിട്ട് പോലും അടിക്കാൻ പറ്റിയില്ല ഗൈസ്. അവൻ്റെ എനിക്ക് തോന്നുന്നത് ഇതെന്നെ പോലെ ആയിരിക്കും, വേറെ അക്കൗണ്ട് ഉണ്ടായിട്ട് ഇതിനകത്ത് ചുമ്മാ കളിക്കാൻ വന്നായിരിക്കും ഗൈസ്. അങ്ങനെ വല്ല ആയിരിക്കും. അങ്ങനെ ഞാൻ അവനെ ഹെഡ് അടിക്കാൻ നോക്കിയിട്ട് നടന്നില്ല ഗൈസ്. ഞാൻ പിന്നെ ചമ്മുകയാണ് ഗൈസ് ഇവൻ്റെ നേരെ. അവനങ്ങനെ ഗ്ലൂ വോളൊക്കെ ഇട്ട്. എനിക്ക് തോന്നുന്നു ഗൈസ് ഇവൻ നേരെ അക്കൗണ്ട് ഇവന് കളിച്ച് പരിചയമുണ്ട് ഗൈസ്. അങ്ങനെ ഇവൻ വന്ന് എന്നിട്ട് ഒന്നുമില്ല ഗൈസ്. അവൻ പിന്നെയും ഗ്ലൂ വോളിൻ്റെ പുറകെ വിളിക്കുന്നു. ഞാനും ഗ്ലൂ വോളിൻ്റെ പുറകെ വിളിക്കുന്നു. ഞാൻ ഇതൊക്കെ എറിഞ്ഞ് നോക്കി, പക്ഷെ നടന്നില്ല ഗൈസ്. എന്ത് ചെയ്യാനാ. ഞങ്ങൾ ഷൂട്ട് ചെയ്തതാണോ എന്തോ, അത് കൊണ്ടതുപോലുമില്ല. എൻ്റെ ചളി ഇഗ്നോർ ചെയ്യുക, നമുക്ക് കളി കണ്ടിന്യൂ ചെയ്യാം. ഇങ്ങനെ FF കോയിൻ ഉണ്ടായിരുന്നു. ഈ ഫൈറ്റിനിടയ്ക്ക് ഞാൻ എന്തിനാ FF കോയിൻ എടുത്തതെന്ന് എന്നോട് ചോദിക്കരുത്, എനിക്കറിയത്തില്ല. ഞാനങ്ങനെ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടും. എനിക്കിപ്പോൾ ഒരു വെടിയും കൂടെ കിട്ടി ഞാൻ ഔട്ടാവുമെന്ന് വിചാരിച്ചപ്പോൾ അവൻ എന്നെ വെടി വെച്ചില്ല ഗൈസ്. നന്മയുള്ള ചെറുക്കൻ. അങ്ങനെ ഞാൻ ഒരു വെടിയും കൂടെ വെക്കാൻ നോക്കി, നടന്നില്ല ഗൈസ്. ഞാൻ പിന്നെയും ചമ്മുകയാണ് ഗൈസ്, ഇവിടെ ചമ്മുകയാണ്. ഇങ്ങനെ ഞാൻ പിന്നെ അടുത്ത എനിമിയെ നോക്കിപ്പോയി. ഇനി 10 പേരുണ്ട് ഗൈസ്. 10 അല്ല 17 പേര്. എൻ്റെ ദൈവമേ, ഇപ്പം 16 പേര്. ആരാണോ എന്തോ ചത്ത്, ആർക്കറിയാം ഗൈസ്. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട്